ഫ്രണ്ട്സ്, വെൽക്കം ടു കൈറ്റ് സൈ. നമ്മളിന്ന് ഉള്ളത് ഈറോഡ് ടൗണിലാണ് ഉള്ളത്. അവിടെയുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ ഈ ഒരു സായം സന്ധ്യയിൽ ചില കാഴ്ചകൾ നമുക്കിന്ന് അവിടെ കാണാം. ഈ ഒരു ബസ് സ്റ്റാൻഡ് വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. ഇവിടെ ലോക്കലായും ദൂരം വഴി പോകുന്നതുമായ ബസ്സുകൾ ഉള്ള വരുന്നതും പോകുന്നതുമായ ഒരു സ്ഥലം. അത് പ്രൈവറ്റുമുണ്ട്, അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ SCTC സർവീസും ഉണ്ട്. അപ്പോൾ SCTC സർവീസാണ് കൂടുതലായിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ SCTC ആണ്. ആ കളർഫുള്ളായി കാണുന്നതൊക്കെ പ്രൈവറ്റ് ബസ്സാണ്. ഈ പ്രൈവറ്റ് ബസ് ഏകദേശം 2 സിറ്റികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ലോക്കലായിട്ടും ഓടുന്നുണ്ട്. എന്താണ് സിറ്റിയിൽ ഉടനീളം ഓടുന്നത്. അങ്ങനെയുള്ള ഒരു വലിയൊരു ബസ് സ്റ്റാൻഡ്. ഈ ഒരു ബസ് സ്റ്റാൻഡ് രാത്രി കാലങ്ങളിൽ നമുക്ക് ചില കാഴ്ചകൾ കാണാൻ പറ്റും. അത് നമ്മൾ ഇവിടെ കാണിക്കുന്നതാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഈ ഒരു സായം സന്ധ്യയാണ്. കുങ്കുമ നിറവോടെയുള്ള ഈ ഒരു സന്ധ്യ. ആ ഒരു സമയത്താണ് ഞാനൊരു കണ്ടത് ഒരു ചേച്ചി ധൈര്യത്തോടെ നമ്മുടെ ഈ ചോളം പുഴുങ്ങി വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രാത്രിയിൽ ഒരു ചേച്ചി ഒരു സ്റ്റാൻഡിൽ, അതും നമ്മളൊക്കെ മലയാളികളൊക്കെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഈ ഒരു പട്ടണത്ത്, ഒരു നാട്ടിൽ രാത്രി കാലങ്ങളിൽ ചോളം വെക്കുക എന്നത് തന്നെ എനിക്ക് അത്ഭുതമായി തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചോളം ഈ ഒരു ലേഡി വിൽക്കുന്നത് ഏകദേശം 4 മണി തൊട്ടിട്ട് 10 മണി വരെയാണ്. അതിനുശേഷം അവരുടെ മക്കൾ വന്ന് വിൽക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മക്കൾ ചെയ്യുന്നത്? മക്കൾ ജോലിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ തുണിമില്ലിലാണ് ജോലിക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ രാവിലെ അവർ പിന്നെയും ജോലിക്ക് പോകും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവർ പിന്നെയും വന്ന് നിൽക്കും. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ചേച്ചി ഈ ഒരു നാട്ടിൽ. പക്ഷേ ഇതിൻ്റെ വില ഇവിടെ വെറും 20 രൂപ മാത്രമേ ഉള്ളൂ പുഴുങ്ങിയ ഈ ഒരു ചോളത്തിന്. അപ്പോൾ ചേച്ചി നല്ല മസാല ഒക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം പുഴുങ്ങിയിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി എന്താണ് ഭയമില്ലാതെ ഒരു ലേഡി ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ബിസിനസ് ചെയ്യുന്നു, അതായത് വർക്ക് ചെയ്യുന്നു. ഇതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇതൊക്കെ ഒന്നും നടക്കില്ല. കാരണം ഒരു പ്രത്യേക ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവർക്കും, ഇവിടെ വൃദ്ധന്മാർ വരെ, അപ്പൂപ്പന്മാർ വരെ ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. 100 രൂപക്കുള്ള ഷർട്ടാണത്. അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, പക്ഷെ അവർ വിൽക്കുന്നുണ്ട്. വേണ്ടവർ വാങ്ങിക്കോളൂ. അങ്ങനെ ഒരുപാട് ലേഡീസ് യാത്ര ചെയ്യുന്ന സ്ഥലം, അതായത് ചേച്ചി വെക്കുന്ന സ്ഥലമാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിൽ, ഒരു കോർണറിൽ. അപ്പോൾ പലരും പല രീതിയിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കാര്യം ചെയ്യുക. അപ്പോൾ അത് ആരും ഡിസ്റ്റർബ് ചെയ്യാനും പോകുന്നില്ല, ഡിസ്റ്റർബ് ചെയ്യാനും വരുന്നുമില്ല. അപ്പോൾ അതിനടുക്കാണ് ഈ ഒരു കാക്കക്കൂട്ടങ്ങളെന്നാണ് മുകളിൽ കണ്ടത്. നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൊബൈൽ അങ്ങനെ കിട്ടിയിരുന്നില്ല. അപ്പോൾ എങ്കിലും നമ്മൾ ഈ മറ്റൊരു കോർണറിൽ പോയാലാണ് ഒരു ചേട്ടൻ എന്താണ് മസാലപ്പൊരി വിൽക്കുന്നത്. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ ചേട്ടൻ്റെ പണി ചെയ്യുന്നു, ഞാൻ അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കുന്നു. നന്നായിട്ടുള്ള വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം മസാലയും സാധനങ്ങളൊക്കെ ചേർത്ത് മസാലപ്പൊരി ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുന്നു. അപ്പോൾ ചേട്ടന് ഹാപ്പി, വീഡിയോ എടുക്കുന്നു ഞാനും ഹാപ്പി, അതോടൊപ്പം തിന്നുന്നവരും ഹാപ്പി. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ കോർണറിൽ ഓരോരോ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയകളാണ്. അല്ലാതെ ഈ പച്ച കളറൊക്കെ ടൗൺ ടു ടൗൺ പോകുന്നതാണ്. ഈ കളർഫുള്ളായ ബസ്സുകളൊക്കെ പച്ച കളറൊക്കെ സിറ്റിയിൽ മാത്രം ഓടുന്നതും, ഈ കളർഫുള്ളായ ബസ്സുകളൊക്കെ ടൗൺ ടു ടൗൺ പോകുന്നതുമായ സർവീസുകളാണ്. അപ്പോൾ അതോടൊപ്പം ഇതിൻ്റെ SCTC സർവീസുകളുണ്ട്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ഓട്ടോയാണ്. ഇത് ആപ്പയാണ്. ഈ ആപ്പ് ഏകദേശം വാന് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം ഞാൻ ഒരു 13 ആളൊക്കെയുള്ളൂ. ഈ സിറ്റിയിൽ ബസ്സിന് പകരം ഉപയോഗിക്കുന്ന ഒരു ട്രാഫിക് സംവിധാനം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നല്ല ഗ്ലാസ്സെല്ലാം വെച്ചിട്ട്
ഒരു ആപ്പേ സിസ്റ്റം, ആപ്പേ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഇതിൽ ഞാൻ യാത്ര ചെയ്യപ്പെട്ടു. അന്നേരം ഞാൻ മൊബൈൽ ചാർജർ അതുകൊണ്ട് എടുക്കാൻ പറ്റുകയും നല്ല രസമുള്ള യാത്രയാണ്. ഇവിടെ 4, അതിൻ്റെ മധ്യ സീറ്റിൽ ഒരു 2, അതിൻ്റെ ബാക്ക് സീറ്റിൽ ഒരു 4. അപ്പോൾ ഡ്രൈവർ അപ്പുറം ഇപ്പോൾ 2 ആൾ, അങ്ങനെ ഒരു 13 ആളോളം പോകും ഇവിടെ. അപ്പോൾ നല്ലൊരു യാത്രയാണ് ഇത്. ആ ഒരു യാത്ര ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു ആപ്പേ ഉണ്ട്. അപ്പോൾ ഇത് ഒരു 10-15 ഇങ്ങനെ സിസ്റ്റമായിട്ട് ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നീട് യാത്ര ചെയ്തില്ല. പക്ഷെ ഇതൊക്കെ ഒരു അത്ഭുതമാണ് അവിടെ. കാരണം ഏത് സിസ്റ്റത്തിലും നമുക്ക് യാത്ര ചെയ്യാമെന്നുള്ളത് കണ്ടോ. അതാണ് ഈ ആപ്പേൻ്റെ ഈ ഒരു സിസ്റ്റം. അവിടെ മറ്റൊരു ആപ്പ ഈ ഒരു സ്റ്റാൻഡിലേക്ക് വരികയാണ്. കുറേയൊക്കെ ആളെ ഇറക്കില്ല. കാരണം ഈ സെറ്റി റൈഡിങ് ഒരാൾക്ക് 10 രൂപ അവർ ചാർജ് ആകുന്നുള്ളൂ. അത്രയും സുന്ദരമായ നന്നായി ബസ്സില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഈ ആപ്പ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഈ റോഡിൽ. അപ്പോൾ മറ്റുള്ള ഓട്ടോകൾ, സാധാരണ ഓട്ടോകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഒരു പ്രത്യേകതകൾ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു സിസ്റ്റമാണ് ഇവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് വേറൊരു സംഭവമാണ്. കാരണം ബസ്സുകാർക്ക് വരുന്ന്, ബസ് ഇറങ്ങുന്നു, ബസ് പോകുന്നു, അങ്ങനെ ഇയാൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. കാരണം അതിൽ ലേഡീസ് ഉണ്ട്, അവർക്ക് വേണ്ട സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒന്നും പേടിക്കാത്ത രീതിയിൽ. കാരണം ഇന്നിവിടെ എല്ലാവരുടെയും CCTV ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ചില തട്ടിപ്പറികളൊക്കെ ഉണ്ട് എന്നാണ് പോലീസ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്നെ അവർ സേഫാക്കി. കാരണം ഞാനും അറിയാണ്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ എന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പോലീസ് പറഞ്ഞു നല്ല രീതിയിൽ നല്ല സ്ഥലത്ത് പോയി നിൽക്കണം, ഇല്ലെങ്കിൽ കിഡ്നാപ്പ് അല്ല സ്നാച്ച് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. സാധനം തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിന് മുമ്പിൽ ഞാനൊരു കട കണ്ടു. ഇതൊരു ജ്യൂസ് ഷോപ്പ്. ഭയങ്കര തിരക്കാണ് ഇവിടെ ചെറിയ റേറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തമിഴിലായതുകൊണ്ട് എനിക്കൊന്നും പുരിയാതെ അങ്ങനെ ഈ ടെക്സ്റ്റൊന്നും നമുക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ഒന്നുമേ തിരിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഉള്ളിൽ ബോർഡുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തു. ഇവിടെ കയറി എത്തിക്കുമ്പോൾ എല്ലാം ഇംഗ്ലീഷിലും തമിഴിലുമാണ് ഈ ബോർഡ് എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ ഈ ബോർഡിൽ തേച്ചും ഈ ജ്യൂസിൻ്റെ പേരുകളാണ്. അപ്പോൾ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് നെല്ലിക്ക ജ്യൂസാണ്. കാരണം 4-8 മിക്സ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതൊരു 2 യൂണിറ്റിലായിട്ട്, അതോടൊപ്പം 1 യൂണിറ്റിൽ ഇതിൻ്റെ തൊലി കളയുന്ന അല്ലെങ്കിൽ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം. അങ്ങനെ എല്ലാവരും, ഒരു ലേഡീസ് ആയാലും ജെൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഇവിടെ വന്നിട്ടാണ് ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് നെല്ലിക്ക ജ്യൂസ്. അതിപ്പം വന്ന് ഓർഡർ ചെയ്തപാടും വന്നിന് ഒരു 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്തില്ല. അങ്ങനെ ഞാനത് കുടിച്ചുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഇവർ നെല്ലിക്കായ ജ്യൂസിൻ്റെ തണുപ്പ്, അതായത് തണുപ്പല്ല, ഇതിൻ്റെ പുളിപ്പ് മാറ്റിയിട്ട് ലാസ്റ്റ് മധുരം നിലനിർത്തിയിട്ട്, അതെന്താ ടെക്നിക്ക് എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ നന്നായ രീതിയിൽ ഒരു 4 യൂണിറ്റുള്ള 4 മിക്സിയിൽ 2 യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവരൊക്കെ നല്ല ഹാർഡ് വർക്കാണ്. ഇതിൽ ലേഡീസ് പോലും, വീട്ടമ്മ പോലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കണ്ടോ, ഇതൊക്കെ ഒരു വീട്ടമ്മയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ. കാരണം അവിടെ ഒരു 4 ഉണ്ട്. ഇങ്ങനെയല്ല, റൈറ്റ് സൈഡ് കോർണറിലാണ് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾ, വീട്ടമ്മമാരും സ്റ്റുഡൻസും എല്ലാ ടൈമും വന്ന് കുടിക്കുന്ന ഒരു ജ്യൂസ് സെൻറ്റർ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ക്യാഷും കൊടുത്ത് പുറത്തു പോയി. പിന്നെ വലിയ കാഴ്ചകളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ ബസ് സ്റ്റാൻഡിൽ സൈഡിൽ ഹോട്ടലുകൾക്ക് വളരെ കുറവാണ്. പിന്നെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട് ഇഷ്ടം പോലെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചായയും കിട്ടും, കോഫിയും കിട്ടും, ഹോർലിക്സും കിട്ടും, ബൂസ്റ്റും കിട്ടും, അതോടൊപ്പം ജ്യൂസ്, ബോട്ടിൽ ജ്യൂസ് കിട്ടും, പിന്നെ ഫ്രഷ് ജ്യൂസ് കിട്ടും. അങ്ങനെയുള്ള കുറച്ച്, പിന്നെ അതിനുള്ള കുറച്ച് സ്നാക്സ് മാത്രമേ കിട്ടും. പിന്നെ വലിയ ഇതൊന്നും കിട്ടില്ല അവിടെ. പിന്നെ അതിൻ്റെ നീറ്റ്നെസ് വളരെ കുറവാണ്. ഇതിൻ്റെ ഈ ഒരു സിറ്റീൻ്റെ ഒരു ലെവല് അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും സിറ്റി കുറേ ഡെവലപ്ഡാണ് ഔട്ട് സൈഡെല്ലാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഇടങ്ങാറില്ലാത്ത രീതിയിൽ നാട്ടുകാർ അവരവരുടെ സന്തോഷത്തിനും അവരുടെ കഴിവിനും ജീവിക്കുന്ന നല്ല നല്ല സിറ്റി, ആക്രാന്തോ പേക്രാന്തോ ഇല്ലാത്ത ഒരു നാടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.